പാർട്ടിയിൽ പുതിയ നീക്കങ്ങൾ നടത്തി കയ്യടി നേടുകയാണ് രാഹുൽ ഗാന്ധി. അത്തരത്തിലുള്ള പുതിയ നീക്കമാണ് ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി നടപ്പിൽ വരുത്താൻ വേണ്ടി പോകുന്നുള്ളതും. 50 വയസ്സിൽ താഴെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി മുന്നേറാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത് രാഹുൽ ഗാന്ധിയാണെങ്കിലും ശക്തി ആപ്പിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നൊരുക്കങ്ങൾ നടത്തി ജ്യോതിരാദിത്യ സിന്ധ്യയെയും പ്രിയങ്ക ഗാന്ധിയെയും ചുമതലയേൽപ്പിച്ച് രാഹുൽ ഗാന്ധി പുതിയ രീതി നടപ്പിൽ വരുത്താൻ ഉത്തർപ്രദേശിൽ ഉദ്ദേശിക്കുന്നുള്ളത്. കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ മാത്രമുള്ള പാർട്ടിയാണെന്നും യുവാക്കൾക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ലെന്ന് BJP ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ കൂടുതൽ യുവാക്കളെയാണ് ഇത്തവണ ടീം UPക്കായി രാഹുൽ അവതരിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ളവരെ രാഹുൽ ആദ്യമേ കണ്ടെത്തിയെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. യുവാക്കളെ ലക്ഷ്യമിട്ടാണ് പാർട്ടി ശക്തിപ്പെടുത്തേണ്ടതെന്ന് രാഹുൽ പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ നിയമിച്ച നേതാക്കളുടെ വയസ്സ് പരിശോധിച്ചപ്പോൾ പ്രിയങ്കയ്ക്ക് വെറും 47 വയസ്സാണുള്ളത്. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് 48 വയസ്സും. ഇവർക്ക് യുവാക്കളുമായി ഇടപെടുന്നതിലാണ് കൂടുതൽ സൗകര്യം. സിന്ധ്യ നേരത്തെ മുതിർന്ന നേതാക്കളായ കമൽനാഥ്, ദിഗ്വിജയ് സിംഗ് എന്നിവരുമായി ഇടപെട്ടപ്പോൾ മുഴുവൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതും കൂടി മനസ്സിലാക്കിയാണ് യുവാക്കളിലേക്ക് സിന്ധ്യയെ എത്തിച്ചിരിക്കുന്നത്. രാഹുൽ സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രത്യേക നിർദ്ദേശങ്ങൾ UP സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുണ്ട്. 40 വയസ്സിന് താഴെയുള്ള നേതാക്കളായിരിക്കും ഇത്തവണ ഭൂരിഭാഗം സീറ്റുകളിലും മത്സരിക്കുക. 60 മണ്ഡലങ്ങളിൽ വരെ 40 വയസ്സിന് താഴെയുള്ളവരെ മത്സരിപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം 50 കഴിഞ്ഞ വെറും 10 സ്ഥാനാർത്ഥികൾ മാത്രമാണ് കോൺഗ്രസിനുണ്ടാവുക. 2009 അതേ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന അഭ്യൂഹങ്ങളും രാഹുൽ തള്ളിക്കളഞ്ഞു. ഉത്തർപ്രദേശ് പോലെയുള്ള നിർണായക സംസ്ഥാനങ്ങളിൽ 50 വയസ്സിന് താഴെയുള്ളവരെ പരിഗണിച്ചാൽ മാത്രമേ വലിയ സ്വാധീനത്തോടു കൂടി മുന്നേറാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളതാണ് ശക്തി ആപ്പ് പ്രവചിക്കുന്നുള്ളത്. ഈ പ്രവചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് രാഹുൽ ഗാന്ധി പല സംസ്ഥാനങ്ങളിലും മുന്നേറ്റം കുറിച്ചിട്ടുള്ളതും. ഈ ശക്തി ആപ്പ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന നിലയിലാണ് ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.